ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ നുണ പറയുന്നത് അത്രത്തോളം ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. കോൺഗ്രസ് നേതാക്കന്മാര് അത് അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നു. കല്ലെറിയാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ ഇടിക്കാനാണ് പ്ലാൻ ചെയ്ത്? അല്ല, അവര് കരിങ്കൊടി വീശാനാണ് പോയിട്ടുള്ളത്, പ്രതിഷേധം അറിയിക്കാനാണ് പോയിട്ടുള്ളത്. എന്തിനാണ് പ്രതിഷേധം അറിയിക്കുന്നത്? ഈ മെഡിക്കൽ കോളേജുകളുടെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കാനാണ്. ഒരമ്മ 5 വർഷമാണ് സ്വന്തം വയറ്റിൽ ഒരു കത്രിക കൊണ്ടു നടന്നിട്ടുള്ളത്. അവർ തൊഴിലുറപ്പിന് പോകുന്ന ആളാ, മൂത്രത്തിലൂടെ രക്തം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു 5 വർഷം. നിങ്ങൾ ആലോചിക്കണം, ആ വേദനയുടെ മുന്നിൽ ഈ നാടകം ഒന്നുമല്ല എന്നുള്ളത്. നിങ്ങൾ നോക്ക്, ഒരു KC പ്രവർത്തകനും ഒന്നും ചെയ്തിട്ടില്ല, അവരുടെ നിഴല് പോലും അവരുടെ ദേഹത്ത് സ്പർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഈ നാടകം? മെഡിക്കൽ കോളേജിന് അനാസ്ഥ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂടി കടമയാണ്. ഈ വിഷയത്തിൽ 5 പയ്യന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? ഉമ്മൻചാണ്ടി സാറിന്റെ നേരത്ത് കല്ലെറിഞ്ഞത് ഇപ്പോഴും തെളിവ് സഹിതം അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളത് ആലോചിക്കണം. കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കുക തന്നെ വേണം. അല്ലാതെ അടിമയായി ഇരിക്കാൻ നിൽക്കരുത്. അടിമയായി നിങ്ങൾ തുടർന്നാല് ബ്രിട്ടീഷുകാർ ഇവരും തമ്മിൽ യാതൊരു മാറ്റമില്ല. സ്ലേവ് ഐ റിമൈൻ എന്ന സാർ എന്ന വാക്ക് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ അടിമയായിരിക്കും എന്ന വാക്ക്, അത് നിങ്ങൾ ഓർത്താൽ നല്ലത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുണ്ടെങ്കിൽ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് പ്രതികരിക്കടോ.